ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ പീസ് മസാലക്കറിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. അതേപോലെ അധികം മസാലകളൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഗ്രീൻ പീസ് കറി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഞാനൊരു 8 മണിക്കൂർ ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. കഴിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഈ ഗ്രീൻ പീസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 2.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്രീൻ പീസിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 6 to 7 വിസിൽ വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ഗ്രീൻ പീസിനെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവാള അധികം കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. തക്കാളി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, അതിനൊന്ന് ഉടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണവും കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നേട്ടി കുറവായിട്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചതിന് ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം മസാല എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടി നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം ഇതിലേക്ക് കുറച്ച് കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് കറീനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. ഇതിന് മുകളിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും, ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അപ്പത്തിനും പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് മസാല കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് പറയാനും